ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. മലയാളം ഫാമിലി ചാനലിൽ വളരെ കുറവ് മാത്രമാണല്ലേ ക്ലിക്കായതുള്ളൂ. ക്ലിക്കായി നല്ല ഗ്രോത്ത് വരുമ്പോഴാണ് അവർക്ക് ഒരു എന്താ പറയുക, ഉണ്ടിരിക്കണവന് വിളി തോന്നണ പോലെ സ്വന്തം ജീവിതത്തിലെ സ്വകാര്യത ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടല്ലോ, എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊന്ന് കൂടട്ടെ, അല്ലെങ്കിൽ വ്യൂസ് കൂടട്ടെ, എന്തെങ്കിലും ഒരു വരുമാനം കുറഞ്ഞെന്ന് തോന്നിയാൽ ഉടനെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ അപൂർവം ഒന്നോ രണ്ടോ ചാനൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതായത് അവിടുത്തെ ഗ്രഹനാഥ, ഒരു വീട്ടിലെ ഒരു 90% പ്രശ്നങ്ങളും ഒതുക്കി കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രഹനാഥയ്ക്കാണ്. അവിടുത്തെ ഗ്രഹനാഥയാണ് ഏറ്റവും അധികം നെഗറ്റീവ് തമ്പനയിലുമായിട്ട് ഇങ്ങനെ വരുന്നത്. കേസും കൂട്ടവും മകനുമായിട്ടുള്ള അടിയും ഇടിയും ഒക്കെ അവരുടെ കണ്ടന്റാണ്. അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് പരസ്പരം ചെളി വാരി എറിഞ്ഞ് മാക്സിമം ചെളിയിൽ മുങ്ങി നിന്നാലും വീണ്ടും അവർ ഈ നെഗറ്റീവ് തമ്പനയിലുമായിട്ട് വരും. സത്യം പറഞ്ഞാൽ അവിടുത്തെ അമ്മയുടെ ചാനലിൻ്റെ ഉദയം തന്നെ ഒരു വീട്ടിലെ അടിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. മരുമകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുമായിട്ടുള്ള അടിയിൽ നിന്നാണ് ഇവർ പിറ്റേ ദിവസം ഒരു ചാനൽ തുടങ്ങുന്നത്. ആ ചാനൽ തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് ഒരു അമ്മ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, സ്വന്തം മകനും ഭാര്യയാണ് എന്നുള്ള ആ ഒരു ഓർമ്മ പോലും മറന്നിട്ട് അവർ ഇഷ്ടം പോലെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ മകനെ പറയുമ്പോൾ, അല്ലെങ്കിൽ മകനെ വെറുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ മകനെ വെറുപ്പോടെ പറയുമ്പോൾ ഒരുപാട് പേര് ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെയായാലും സ്വന്തം കുടുംബത്തിന് ഒറ്റിയിട്ട് ഒരു പബ്ലിക് മീഡിയയിൽ നിൽക്കുമ്പോൾ അവർ ഇനി എന്തൊക്കെ മാലാകയാണ്, ആരുടെ മീഡിയേറ്ററാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരമ്മ എന്നുള്ള നിലയ്ക്ക് അവരുടെ കർത്തവ്യത്തിന് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യണത്, അല്ലേ? ഒരു നോഹയുടെ പേടകം പോലുള്ള ഒരു വീട്ടിൽ പല സ്വഭാവമുള്ള ഭർത്താവും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തരണം ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിൽ നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് വരുത്തേണ്ട ഒരമ്മ സ്വന്തം ഇപ്പോൾ അവർ പുതിയതായിട്ട് അവരുടെ ഇൻലോസ് കൊടുത്ത കുറച്ച് സ്ഥലം വിൽക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ സ്ഥല കച്ചവടമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്. അതായത് എനിക്ക് തന്ന ആ സ്ഥലം ഞാൻ അവർക്ക് തിരിച്ചെഴുതി കൊടുക്കുകയാണ്. ഉടനെ അപ്പുറത്തെ ചാനൽ ആ കണ്ടന്റ് ഏറ്റുപിടിച്ചു, ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട, ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം. ഉടനെ മൂന്നാമത്തെ ചാനൽ, ഞങ്ങൾക്കാണോ ആ സ്ഥലം? അപ്പോൾ ഒരു അമ്മ ഇട്ടുകൊടുത്ത ഒരു ചെറിയ തീപ്പൊരി, ഒരു അമിട്ട് പോലെ, ഇനി അതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പഴയ കഥകളടക്കം ചെളി വാരി തേച്ചുകൊണ്ടുള്ള നെഗറ്റീവ് കമൻറ്റ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ചാനലിന് റേറ്റിംഗ് കുറഞ്ഞു, അല്ലെങ്കിൽ വ്യൂസ് കുറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഓക്കെ ആക്കാനായിട്ടാണ് ഈ അമ്മയുടെ ഒരു, കാരണം അവരുടെ ചാനലിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ മോശമാണ്. കാരണം അവർ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു അവരുടനെ ഒരു നെഗറ്റീവ് തമ്പനയിൽ ഇട്ട് കൊടുത്താൽ കുറേ രക്തദാഹികളായിട്ടുള്ള കഴുകന്മാർ, കമൻറ്റോളികൾ അതിൻ്റെ അടിയിൽ വരും. അവർക്ക് അനുകൂലമായിട്ടുള്ള കമൻ്റ് ഇടും, എതിർ പാർട്ടികളെ ചീത്ത പറയും. ഉടനെ ഇവരുടെ ചാനലിൻ്റെ അടിയിൽ മറ്റേ ആളുകൾ വന്ന് കമൻ്റ് ഇടുമ്പോൾ ഇവർ അതുടനെ സ്ക്രീൻഷോട്ട് എടുത്ത് അടുത്ത കേസിൻ്റെ ഹിയറിങ്ങിൽ വയ്ക്കും. അപ്പോൾ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ ചീഞ്ഞാലും നമ്മൾ കരഞ്ഞാലും നമ്മൾ ചിരിച്ചാലും ഒക്കെ അത് ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർന്ന് അത് പുറത്തേക്ക് വരാതെ നോക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയാണ്. ആ അമ്മ എത്ര ത്യാഗം സഹിച്ച് ആ മക്കളെ വളർത്തി, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവരുടെ ഇൻലോസ് ഇവർക്ക് സ്ഥലം എഴുതി കൊടുക്കുമ്പോൾ ഇവർ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിട്ടാണോ സ്ഥലം വാങ്ങിയത്? പിന്നെ അത് തിരിച്ചെഴുതി കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ പബ്ലിക് മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയണത്, അല്ലേ? നമ്മൾ സ്ഥലം വാങ്ങണതും കൊടുക്കണതും ഒക്കെ ഒരു യൂട്യൂബേഴ്സൊക്കെ, ഇപ്പോൾ KL ബ്രോ, ബിജു ഋതിക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ബാംഗ്ലൂരും അവിടെയും മാംഗ്ലൂരൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ അയാൾ ഡെയിലി ആധാരം പ്രദർശിപ്പിച്ചിട്ടാണല്ലോ സ്ഥലം വാങ്ങുന്നത്. എന്തൊക്കെയായാലും ഏറ്റവും മോശകരമായിട്ടുള്ള കാര്യം അത് അവരുടെ ഒരു ചാനലിൻ്റെ ഒരു നേച്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മക്കളോട് അവർക്ക് സ്നേഹമാണ്, സ്വന്തം മകനോട് സ്നേഹമില്ല. മറ്റ് പുറത്തുള്ള മക്കളെയൊക്കെ അവർ എന്താ പറയുക, മീഡിയേറ്ററായി നിന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ നിന്ന് സമ്മാനം വാങ്ങുന്നു, കൊടുക്കുന്നു, അവരെ താമസിപ്പിക്കുന്നു, ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം മകൻ, ഭാര്യ, അവരുടെ 2 കുഞ്ഞുങ്ങൾക്കൊന്നും ഇവരുടെ സ്നേഹത്തിന് യാതൊരു വക അർഹതയില്ല. അപ്പോൾ ഈ സ്വന്തം മക്കളെ വിറ്റ് തിന്നുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ ഒരു ചാനൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിനെ വളർത്തിക്കൊണ്ട് പോകുമ്പോൾ മകൻ്റെയും മകളുടെയും ഇവരുടെയും ഒക്കെ അടക്കം ആദ്യം നല്ല രീതിയിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും നന്നായി വന്നിരുന്ന ഒരു ചാനലിൻ്റെ ഏറ്റവും അധപതനാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗൂഢാലോചനയാണതുപോലെ നമുക്ക് തോന്നിപ്പോകും. 3 ചാനലുകളും വളരെ മോശം റേറ്റിംഗ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ചാനലിന് ഒരു
ഉഷാറും കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചു ഒരു നെഗറ്റീവ് തമ്പനയിൽ അങ്ങോട്ട് ഇട്ട് അമ്മ തുടങ്ങി. അത് മക്കളെ ഏറ്റുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലി മാറ്റേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കൗതുകമുള്ള കുറേ പേര് അത് ഏറ്റെടുക്കുന്നു. അതിൻ്റെ അടിയിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമൻറ്റുകൾ, ആ കമൻറ്റുകളെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എത്ര മോശമാണ് അല്ലേ. ഇതൊക്കെ എല്ലാവരുടെയും കുടുംബം ഇതുപോലെ സിനിമയിൽ കാണുന്ന പോലെ അടിപ്പാടുമെന്നല്ല, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ സ്വകാര്യതകളും ഞാൻ ഇവിടെ കിടന്ന് വിളമ്പിക്കഴിഞ്ഞാൽ ഇതിനെ ഇട്ട് കണ്ടന്റ് ആക്കാനായിട്ട് ഒരുപാട് പേര് നാളെ വരും എന്നുള്ളത് യാതൊരു വക തർക്കവുമില്ല. ഇപ്പം നമ്മളുടെ മലപ്പുറത്തെ സുഹ്രാബി ചെയ്ത പോലെ അതുവരെ മൂപ്പര് പോരാ, മൂപ്പർക്ക് അങ്ങനെയാണ്, മൂപ്പര് ഇങ്ങനെയാണ്, മൂപ്പര് ശരിയല്ല, മൂപ്പര് കറുത്തിട്ടാണ്, മൂപ്പര് വെളുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഓരോ കണ്ടന്റിനും മൂപ്പര് ഇതേ ലൈറ്റ് എറിഞ്ഞുടച്ചു, പിന്നെ മൂപ്പര് ഇന്ന് വാഷിംഗ് മെഷീൻ എറിഞ്ഞു തകർത്തു. ഇങ്ങനെ മാടമ്പിള്ളിയിലെ മാനസിക രോഗിയെ പോലെ ഒരു ഭർത്താവിനെ കണ്ടന്റ് ആക്കാനായിട്ട് മാക്സിമം ഉപയോഗിച്ച് കുടുംബ ബന്ധം പ്രശ്നമായി അയാൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ കയറി നിന്ന് അവസാനം ഗത്യന്തരമില്ലാതെ വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ അടക്കം അവർ ഉപേക്ഷിച്ച് പോകുന്നതാണ്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച് ഇപ്പോൾ അവരുടെ തമ്പനയിൽ കണ്ടാലുണ്ടല്ലോ, ഇങ്ങനൊരു ഭർത്താവ് അവരുടെ ജീവിതത്തിൽ കാണപ്പെട്ട ദൈവമാണെന്ന് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരാൾ ഡൈവേഴ്സ്, അതായത് ഭർത്താവ് ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ഇട്ടു. തീർച്ചയായിട്ടും അത് അവരുടെ ജീവൻ രക്ഷാ പോരാട്ടത്തിൻ്റെ ഇടയിൽ അവർ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നു, വാടകയ്ക്ക് ഇരിക്കുന്നു. പക്ഷെ അതിനെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും 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 ഇത്തരം തമ്പനയിലുകളിട്ട് കൂടുതൽ വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ വ്യൂസ് കിട്ടാൻ ശ്രമിക്കുക. നാളെ 2 ആൺകുട്ടികളാണ് അവർക്ക്, ഈ പറഞ്ഞ ആൾക്ക്. അവർ നാളെ ഈ വീഡിയോകളൊക്കെ അമ്മ എന്തിനിട്ടു എന്നുള്ളൊരു ചോദ്യം വരുത്താനെങ്കിലും അവർ ശ്രമിക്കരുത്. ആദ്യത്തെ ഒരു വീഡിയോ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കാൻ ശരിയാണ്, അവർ വേറൊരു വീട്ടിലാവുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് ഇങ്ങനെയാണ് ഭർത്താവിൻ്റെ ഇങ്ങനെ ഭീഷണിയുണ്ട്, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ പറഞ്ഞു, കലക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലീസ് കേസ് ഇങ്ങനെ പറഞ്ഞു, അജ്ഞാത ഫോൺ വിളി, യുവാക്കളുടെ ശല്യം, മദ്യപന്മാരുടെ ശല്യം എന്നൊക്കെ പറഞ്ഞ് ഇനി ത്രെഡ് പിടിച്ചിട്ട് തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാളെ ഇതിലേക്ക് തന്നെ ഇവർക്ക് തന്നെ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇനി വേറൊരു ചിലർ വളരെ നിസ്സഹായത, അതായത് എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു പെൺകുട്ടി, ഞാൻ ആ കുട്ടിയുടെ പേരെടുത്ത് പറയുന്നില്ല, ആ കുട്ടി ചാനലിൽ വന്നിട്ട് ആ കുട്ടിയുടെ വീഡിയോ, ആ കുട്ടിയുടെ കഥ എങ്ങനെയാണ്, ഫാമിലി ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിത കഥ എന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുമ്പോൾ ആ കുട്ടി സ്വന്തം അച്ഛൻ, അമ്മ, ആ കുട്ടിയുടെ അനിയത്തി ഉൾപ്പെടുന്ന ഒരു ബാല്യകാലം, തീവ്രമായിട്ടുള്ള അച്ഛൻ്റെ മദ്യപാനം കാരണം രാത്രിയും പകലാക്കിയിട്ടുള്ള വീട്ടിലെ വഴക്കുകളും പ്രശ്നങ്ങളും, അതിൻ്റെ ഇടയിൽ പരീക്ഷകളും, അതിൻ്റെ ഇടയിൽ അച്ഛനെ കുടി നിർത്താനായിട്ട് ആ കുട്ടി ഉപയോഗിച്ച കൗശലങ്ങളും, അങ്ങനെ ഒരുപാട് സങ്കടക്കഥ. അതായത് എന്നും തല്ലൂട്ടുണ്ടാവും. ഇതാണ് തൃശ്ശൂർ ഭാഷയിലാണ് ആ കുട്ടി പറയുന്നത്. ഒരു പരീക്ഷ എഴുതാൻ പോലും മനസ്സമാധാനം ഉണ്ടാവില്ല. അന്ന് അച്ഛൻ വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും. അമ്മ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ, അന്ന് ചെറിയ കുട്ടിയായിരിക്കും, ആ കുട്ടിക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒന്നും അറിയില്ലെങ്കിലും എങ്ങനെയൊക്കെയോ അച്ഛനോട് പറയുന്നു, അച്ഛൻ അവരെ രക്ഷിക്കുന്നു. അങ്ങനെ സ്വന്തം ജീവിതകഥ എന്തിനിങ്ങനെ പുറത്ത് വിളമ്പി എന്ന് ചോദിക്കുന്നവരോട് ആ കുട്ടി പറയുന്ന ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. അതായത് എൻ്റെ പ്രായത്തിൽ ഇതുപോലെ തന്നെ വീട്ടിൽ അച്ഛൻ മദ്യപനാവുന്ന വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർ ഇനി ജീവിതം അടുത്തു, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഈ സമയവും ഇങ്ങനെ കവറപ്പ് ചെയ്ത് പോവും, ഞാനും ഇതുപോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ജീവിതത്തിൽ പിടിച്ചു നിന്ന ഒരാളാണ് എന്ന് ഒരുപാട് പേർക്ക് ഒരു മെസ്സേജ് പോലെ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഇപ്പോഴും ഇങ്ങനെയാണ്, ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഈ കുട്ടിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. അങ്ങനെ നമ്മുടെ ലൈഫിലെ സ്വകാര്യത മറ്റുള്ളവർക്ക് പ്രചോദനമാണ്, മറ്റുള്ളവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു ജീവിതത്തിലൊരു പുതുജീവനായിട്ട് പറ്റുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ പുറത്ത് പറയുന്നതിൽ തെറ്റില്ല. ഇങ്ങനെയല്ല, ഇത് സ്വന്തം മകൻ, ഏറ്റവും ഡെലിക്കസി ആയിട്ടുള്ള മക്കളെ വിറ്റ് തിന്നുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് സ്വന്തം കുടുംബ ബന്ധത്തിൽ ഏറ്റവും നമ്മൾ പ്രസവിച്ച മക്കളെ അവരെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ടായാലും ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ മോശമാണ്. ഇതൊക്കെ ഇത്ര പ്രായമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ശേഷിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും
ഇവർ സ്ഥലം വിൽക്കേ വാങ്ങേ കൊടുക്കേ ഇരിക്കേ ആരെങ്കിലും അവിടെ താമസിപ്പിക്കേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ സബ്സ്ക്രൈബേഴ്സിനെ ബോധ്യപ്പെടുത്താറുണ്ടോ? ഈ ചാനലിന് വ്യൂസ് കിട്ടുന്ന എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ സബ്സ്ക്രൈബേഴ്സിനെ ബോധിപ്പിക്കാറ്. ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്രീതി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരെപ്പോഴും സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മറച്ചു വെക്കാൻ തന്നെയല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്സാണ്. ബിസിനസ് മൈൻഡഡിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനെ സ്നേഹിക്കുന്നതായി അഭിനയിച്ച് നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മരിക്കും, പക്ഷേ എൻ്റെ ചാനലിൻ്റെ റേറ്റിങ്ങും വ്യൂ ആണ് എൻ്റെ പ്രധാന അജണ്ട. എനിക്ക് നല്ല വരുമാനം കിട്ടണം. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചാനലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.